ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഒരു നൊയമ്പ് കാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു. പ്രാർത്ഥനകൾക്കും ധ്യാനങ്ങൾക്കും വേദപുസ്തക ചിന്തകൾക്കുമെല്ലാം നാം സമയം പ്രത്യേകമായി വേർതിരിച്ചിരിക്കുന്ന നിമിഷങ്ങളാണ്. കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്ന ആത്മീയ ലോകത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് ചിന്തിക്കുവാൻ നൽകിയിരിക്കുന്ന പ്രത്യേക വിഷയം. നാം എല്ലാവരുടെയും ജീവിതത്തിൽ പലപ്പോഴും പാലിക്കുന്നതിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുള്ളവയാണ് സമയക്രമീകരണം. 24 മണിക്കൂർ അടങ്ങുന്ന ഒരു ദിവസത്തിൽ നാം നിർബന്ധമായും ഉറക്കത്തിനും അധ്വാനത്തിനുമെല്ലാം നമ്മൾ നിശ്ചിത സമയം വേർതിരിച്ചു. 8 മണിക്കൂർ അധ്വാനവും 8 മണിക്കൂർ ഉറക്കവും 8 മണിക്കൂർ ജീവിതത്തിൻ്റെ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടി വേർതിരിച്ചിട്ടുണ്ട്. പക്ഷേ മൂന്നാമതായി പറഞ്ഞിരിക്കുന്ന ഒരു 8 മണിക്കൂർ കാര്യമുണ്ട്. ആ 8 മണിക്കൂർ കാര്യത്തിൽ നാം ക്രമീകരിക്കുന്നതിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചകളാണ് ഇവിടെ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുന്നത്. നാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അച്ചടക്കമില്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണം സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നതാണ്. ആത്മീയ ജീവിതത്തിൽ നാം നമ്മുടെ വ്യക്തി ശുചിത്വങ്ങൾക്ക് നാം സമയം പാലിച്ചേ മതിയാവുകയുള്ളൂ. ക്രിസ്തു വിശുദ്ധിയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ വചനം വിശുദ്ധിയുള്ളതാകയാൽ ക്രിസ്തു വസിക്കുന്ന നമ്മുടെ ഹൃദയം എപ്പോഴും ശുദ്ധിയുള്ളതാക്കി തീർക്കുവാൻ നാം സമയം തക്കത്തിൽ വേർതിരിക്കണം. രണ്ടാമത്, നൊയമ്പ് കാലഘട്ടങ്ങളിൽ മാത്രമല്ല, എല്ലാ സമയത്തും പ്രാർത്ഥനകൾക്കും ദൈവിക ആലോചനകൾക്കും കൂട്ടായ്മകൾക്കും വേണ്ടി നാം സമയം വേർതിരിക്കണം. ക്രിസ്തുവിൻ്റെ ശരീരം വിശുദ്ധിയുള്ളതാകയാൽ നമ്മുടെ ശരീരത്തെ കാത്തുപരിപാലിക്കുന്നതിൽ നാം എപ്പോഴും സമയം വേർതിരിച്ച് കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. നമ്മുടെ മനസ്സിനും ശരീരത്തിനും ചിന്തകൾ ഭാരമാകാതിരിക്കാൻ വേണ്ടി മനസ്സിനെയും ശരീരത്തെയും ക്രിയാത്മകമായ രീതിയിലുള്ള വിനോദ പ്രക്രിയയിൽ നാം പങ്കെടുക്കുകയും വേണം. അതുമാത്രമല്ല, ഒരു കുടുംബം എന്ന നിലയ്ക്ക് നാം ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നതിലും നാം സമയം കണ്ടെത്തിയേ മതിയാവുകയുള്ളൂ. ഇങ്ങനെ ചിട്ടയായ കാര്യങ്ങളിൽ നാം സമയം വേർതിരിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി തീരുകയും ചെയ്യുന്നു. എണ്ണ നിറയ്ക്കേണ്ട സമയം ഒഴിഞ്ഞ വിളക്കുമായി വന്ന 5 കന്യകമാർക്ക് അവിടെ മണവാളിൻ്റെ സാന്നിധ്യം നഷ്ടമാവുകയാണ്. തക്ക സമയം അവർ യഥാർത്ഥമായി ഉപയോഗിച്ചതുമില്ല. എന്നാൽ തക്ക സമയം വേർതിരിച്ച് അതിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന വ്യക്തികൾക്ക് കർത്താവിൻ്റെ സാന്നിധ്യവും കർത്താവുമായുള്ള കൂട്ടായ്മയിൽ വസിക്കുവാനും അവിടെ ഇടയാവുകയും ചെയ്യുന്നുണ്ട്. കാരണം ജീവിതത്തിൽ നാം നേരിടുന്ന പരീക്ഷകളെ അതിജീവിക്കുവാൻ, നാം ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ സമയം തക്കത്തിൽ ഉപയോഗിച്ചേ മതിയാവുകയുള്ളൂ. പ്രാർത്ഥനകളിലും ധ്യാനങ്ങളിലും അല്ലെങ്കിൽ കൂട്ടായ്മകളും മറ്റുള്ളവരെ കരുതുന്നതിലും അവരുടെ വേദനകൾ കേൾക്കുന്നതിലും നാം സമയം വേർതിരിച്ചില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ക്ഷാരഗുണം നഷ്ടപ്പെട്ട ഉപ്പിനെ പോലെയായിത്തീരും. കർത്താവിൻ്റെ വരവ് ഏതു നേരവും ഏത് നിമിഷങ്ങളിലും സംഭവിക്കാമെന്ന് ഇവിടെ മുൻ സൂചനകളുണ്ട്. കർത്താവിൻ്റെ വരവ് കള്ളനെ പോലെ ആയതിനാൽ സമയം തക്കത്തിൽ വിനിയോഗിച്ച് ഒരുങ്ങി കാത്തിരിക്കുന്നവർക്ക് മാത്രമേ അതിന് അവസരം ലഭിക്കുകയുള്ളൂ. കർത്താവ് ഏത് സമയം വരുന്നു എന്ന് അറിയാത്തത് കൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളിലും ക്രിസ്തുവിനെ ശ്വസിച്ച്, ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിനെ കാണുവാൻ, കേൾക്കുവാൻ, മറ്റുള്ളവരോട് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ അവശേഷിക്കുന്ന എല്ലാ നിമിഷങ്ങളിലും ദൈവം തമ്പുരാൻ നമ്മോട് ശക്തീകരിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കും ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന നല്ല നിമിഷത്തിനും നല്ല പ്രഭാതത്തിനുമായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആത്മീയ ജീവിതത്തിൽ സമയം തക്ക വിധത്തിൽ വേർതിരിച്ച് ഉപയോഗിക്കുവാനും അങ്ങേക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ഈ നോമ്പ് കാലയളവിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുൻപോട്ടുള്ള യാത്രയിൽ അങ്ങ് തന്നെ കൂട്ടായിരിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കയാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.